നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, നാളെയാണ് കല്യാണം. എനിക്ക് കാണാം അച്ഛന്റെ മനസ്സിങ്ങനെ കലങ്ങി മറിയുന്നത്. ഈ കല്യാണം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനാണല്ലോ. എന്ത് ചെയ്യോ അച്ഛാ, ഭാഗ്യപ്പോഴേ എന്റെ കൂടെ. അന്ന് ഇൻസുലിൻ കുത്തിവെച്ച് അച്ഛനെ ഇങ്ങനെ വീഴ്ത്താൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ നടക്കുമോ? കല്യാണം നടക്കാത്തത് പോട്ടെ, ഞാനിപ്പോ വല്ല ജയിലിലും ആയാലും. അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാനാണല്ലോ ഈ വീടിന്റെ സർവാധികാരി. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതേ പിന്നെ നടക്കൂ. ആദ്യം അച്ഛനെ കൊണ്ടുപോയി ഏതെങ്കിലും ധർമാശുപത്രിയിലാക്കും. മുത്തശ്ശിയില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിലാസിനി മുത്തശ്ശി, അവരെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്പലത്തിന്റെ നടയെ തള്ളും. അമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ആ, വല്ല ജോലിക്കും വിടാല്ലേ, പ്രസ്സിലോ പെട്രോൾ പമ്പിലോ ജോലിക്ക് പോട്ടെ. ആരോഗ്യമുള്ളിടത്തോളം കാലം അമ്മ ജോലി ചെയ്ത് ജീവിച്ചോളൂ. അതിനുശേഷമുള്ളത് അപ്പൊ ചിന്തിക്കാം. പിന്നെ നിത്യം ദേവികയുടെ കാര്യം ഓർത്ത് അച്ഛനൊട്ട് വിഷമിക്കണ്ട കേട്ടോ. അവരെ രണ്ടുപേരെ ഞാൻ പൊന്നുപോലെ നോക്കും. അയ്യോ, കരയുവന്നു. കരഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. ഇന്നത്തെ ദിവസം ഒന്ന് ഇരുട്ടി വെളുത്താ മാത്രം മതി. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്റെ പ്ലാൻ ഒന്നൊന്നായിട്ട് നടപ്പാക്കി തുടങ്ങും. അത് കണ്ട് അച്ഛനൊന്നും കൂടി കരയാൻ. അതേ കൂടുതലൊന്നും അച്ഛന് ചെയ്യാൻ പറ്റില്ലല്ലോ. കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യെടുത്തി. ഇതുവരെ ചെയ്ത ക്രൂരതകളൊന്നും അല്ല ഇനി അവൻ ചെയ്യാൻ പോകുന്ന. ഈ കുടുംബം തകർക്കാനാ ശരത്തിന്റെ പദ്ധതി. എല്ലാം എനിക്കറിയാൻ നെത്തേ. അതുകൊണ്ടല്ലേ ഈ കല്യാണം എങ്ങനെയും തടയാൻ ഞാൻ നോക്കുന്നത്. തടയാൻ പറ്റുമായിരിക്കും അല്ലേ എടുത്തി? എന്തെങ്കിലും കാരണവശാ എടുത്തേക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ? ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല, അല്ലാതെ സംഭവിക്കാമല്ലോ. ഏട്ടത്തെ ഈ കല്യാണം തടയുമെന്ന് എന്തായാലും ശരത്ത് ഊഹിക്കും. അപ്പോ അതിനുള്ള മറുവഴിയും അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? ന്യായം നമ്മുടെ ഭാഗത്തല്ലേ മോളെ, അതുകൊണ്ട് നമ്മളെ ജയിക്കൂ. ഏട്ടത്തേക്ക് എന്റെ കല്യാണം തടയാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അയാളുടെ മുമ്പിൽ തല നീട്ടി കൊടുക്കാൻ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. അതിനു മുമ്പേ ഞാൻ പോയിട്ടുണ്ടാവും എന്റെ ഏട്ടൻ പോയടുത്തേക്ക്. എന്ത് വിട്ടിത്തോ നീ പറയുന്നത്? അവനെ പോലെ ഒരുത്തിന് വേണ്ടി കളയാനുള്ളതാണോ നിന്റെ ജീവിതം? അതിനാണോ നിന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്? ഒരു വഴി നടന്നില്ലെങ്കിൽ നല്ല അന്തസ്സോടെ നിനക്ക് പറയാലോ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്. നിന്റെ സമ്മതം ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ അവർക്ക്? ഞാനത് ആലോചിച്ചതാ ഏട്ടത്തി. അമ്മയെ ഓർത്തിട്ട ഞാനത് വേണ്ടെന്ന് വെച്ചത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ലെന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താൻ വയ്യ എടുത്തി. കരയില്ല മോളെ, നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യം പോലും വരില്ല. അതിനു മുൻപ് നടക്കേണ്ടത് നടന്നിരിക്കും. വരനുണ്ടെങ്കിലല്ലേ താലികെട്ട് നടക്കും. വരണില്ലെങ്കിലോ?
അവനുണ്ടാവില്ല. ഉണ്ടായാലും താലി കെട്ടാൻ അവന് സാധിക്കില്ല. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നടന്നിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കേ.